പ്രൈസ് ലോർഡ്. Praise the Lord, Pastor. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ജർമ്മനിയിലുള്ള ഈ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ വചനവുമായി വരുവാൻ ദൈവം നൽകിയ വലിയ കൃപയ്ക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞ രാത്രി ഒരു ദിവസം മുമ്പേ ഡോക്ടർ ഫിലമോൻ ഇങ്ങനെ അറിയിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ബ്രദർ റൂഫസ് അദ്ദേഹം ഇങ്ങനെ ഒരു സാഹചര്യം നൽകിയ ദൈവത്തെ സ്തുതിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പാസ്റ്റർ, അതുപോലെ കൂടി വന്നിരിക്കുന്ന ഓരോ ദൈവജനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഓരോരുത്തർക്കും വന്ദനം ചൊല്ലുന്നു. ഞാൻ സാധാരണ ദൈവം എനിക്ക് എന്തെങ്കിലും ഏൽപ്പിച്ചാൽ മാത്രമേ ഞാൻ സാധാരണ ഏറ്റെടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ദൈവം ഒരു വചനം നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വചനം അത് ഒരു മുഖാന്തരമായ സമയത്ത് തന്നെ അത് എനിക്കും ഒരു വലിയൊരു പല എൻ്റെ ക്വസ്റ്റ്യൻസിനും പല കാര്യങ്ങൾക്കും ഒരു ഉത്തരവുമായി വന്ന് ഭവിച്ച ഒരു വചന വേദഭാഗമാണ് അടിയന് ദൈവം നൽകിയിരിക്കുന്നത്. വചനത്തിലൂടെ കടക്കുന്നതിന് മുമ്പേ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് പറഞ്ഞുവല്ലോ, സോനു വർഗീസ്. നാട്ടിൽ എൻ്റെ സ്വദേശം കോതമംഗലാണ്. ഞങ്ങൾ കോട്ടയത്ത് നിന്ന് അവിടെ വന്ന് താമസിക്കുന്നവരാണ് വർഷങ്ങളായിട്ട്. 2014 മുതൽ ഞാൻ ഡൽഹിയിലാണ് സെറ്റിലായിരിക്കുന്നത്. ഞാനൊരു ഓൺട്രപ്രണറാണ്. ഞാൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള, ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് അതുപോലത്തെ കാര്യങ്ങൾ, പ്രൊജക്ട്സുകൾ ചെയ്യുന്നു. എൻ്റെ ക്ലയൻറ്റ്സ് ടാറ്റ, അതുപോലെ മിഡിൽ ഈസ്റ്റിലൊക്കെ അരാംകോ, അങ്ങനത്തെ ചില ക്ലയൻസൊക്കെയാണ്. പിന്നെ എനിക്കൊരു അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള, അതും ലേറ്റസ്റ്റ് ആയിട്ട് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ചില യുണീക്കായിട്ടുള്ള ഇൻവെൻഷനും അത് മുഖേനയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ കുറച്ച് ഗ്രീൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നു. കുറച്ച് സയൻറ്റിഫിക് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട രീതിയിലൊക്കെ അത് എൻ്റെ പ്രൊഫഷണൽ കാര്യങ്ങൾ പോകുന്നു. അതും ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതി പ്രകാരം ദൈവം പറഞ്ഞേൽപ്പിച്ച ചില കാര്യങ്ങളിലാണ് ഞാൻ ഇൻവോൾവ് ആയിരിക്കുന്നത്. അതിനും വേണ്ടി എല്ലാ ദൈവങ്ങളുടെയും പ്രാർത്ഥനയെ ചോദിച്ചു കൊള്ളുന്നു. പക്ഷേ അതിലും ഉപരിയായിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുകയും 7-ാം വയസ്സിൽ തന്നെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം ഇടവന്നു. ദൈവത്തിൻ്റെതായ പ്രത്യേകമായ കോളിങ് വളരെ ചെറുപ്പത്തിൽ തന്നെ അടിയന് ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഓർക്കുന്നു, ഞാനിങ്ങനെ സ്കൂളിൽ പോകാൻ വേണ്ടി എനിക്ക് തോന്നുന്നത് ഞാൻ 5-ലോ 6-ലോ കണ്ട് പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ഭയങ്കര ഇതുപോലെ സ്കൂൾ തുറക്കുന്ന സമയം, ഭയങ്കര മഴയുള്ളൊരു സമയമാണ്. പെട്ടെന്നൊരു ദൈവദാസൻ ഈ മഴയത്ത് വളരെ ഭയങ്കരമായ ഒരു അതിഭീകരമായൊരു മഴയ സമയത്ത് വീട്ടിലോട്ട് കയറി വന്നു. ആ സമയത്ത് എൻ്റെ മാതാവിന് ജോലി ഉണ്ടായിരുന്നു. മാതാവ് നേഴ്സായിരുന്നു. അപ്പോൾ മാതാവൊക്കെ ജോലിക്ക് പോയി. എൻ്റെ പിതാവും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ സഹോദരങ്ങളും അവർ വേറെ സ്കൂളിലോ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ദൈവദാസൻ എവിടുന്നോ വന്നതാണ്. അപ്പോൾ ആ ദൈവദാസൻ വന്നിട്ടൊരു കാര്യം പറഞ്ഞു. ഞാൻ വന്നാണ് ഡോറ് തുറന്നു. വളരെ ഒരു കൊച്ചു പയ്യൻ, ഇവിടെ ഇരിക്കുന്ന 6-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു 10 വയസ്സ് 11 വയസ്സുള്ള അത്രയുള്ള സമയത്താണെന്ന് പറഞ്ഞു. ഞാൻ വന്ന് ഡോറ് തുറന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വീട്ടിൽ, അപ്പോൾ പപ്പയെ വന്ന് എന്താണ് എങ്ങനെ, അപ്പോൾ അദ്ദേഹം ഒരു ദൈവദാസനാണ്, ഹൈ റേഞ്ചിൽ നിന്നാണ്ട് വരുന്നതാണ്, ഒരു കാര്യം പറയാൻ വേണ്ടി എന്നുള്ള രീതിയിൽ വന്നതാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈ പൈതൽ, അതായത് എന്നെ ദൈവത്തിൻ്റെ കാര്യത്തിനുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം ആ ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ സമയത്ത് അയാൾ വന്നു, പ്രാർത്ഥിച്ചു, പറഞ്ഞു, പുള്ളി പോയി. സോ യാദൃശ്ചികമായി വന്നു ഭവിച്ച ഒരു പരിപാടിയല്ല. ഇറ്റ്സ് കോൾഡ് അസൈൻഡ്. ഞാൻ അങ്ങനെ സാറിന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ ആം എവർ ടെല്ലിങ് ദിസ് വൺ. ഐ ഡോണ്ട് നോ വൈ ഗോഡ് ഹാസ് സെഡ് ദിസ്. പക്ഷേ ദർ ഇസ് സംതിങ്. ഇന്ന് ദൈവം ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനുണ്ട്. ഇന്ന് ചില കാര്യങ്ങൾ ദൈവം
പെർമനന്റ് ഒരു ട്രാക്ക് ചേഞ്ച്, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ഉറപ്പായിട്ടുള്ളൊരു ക്രിസ്ത്യ ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി ദൈവം പ്രത്യേകമായിട്ടുള്ള കാര്യം പറഞ്ഞേൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പാസ്റ്റർ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ദൈവങ്ങളും പ്രാർത്ഥനയോടെ ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള ആ ആകാംക്ഷയോടെ, ആ താല്പര്യത്തോടെ വന്നിരിക്കുന്നുവെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഹല്ലേലൂയ. ഞങ്ങൾ 2014 മുതൽ ഡൽഹിയിലാണ്. എൻ്റെ വൈഫ് എയിംസിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. മൂത്ത ആള് അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയ ആള് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ കാര്യങ്ങളിങ്ങനെ പോകുന്നു. ഞാൻ 2018 മുതൽ എല്ലാ ബുധനാഴ്ചയും ഒരു ബൈബിൾ ക്ലാസ് എടുക്കുന്നുണ്ട്. എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, സോനു വർഗീസ്. ആ യൂട്യൂബ് ചാനലിനകത്ത് ബൈബിൾ ക്ലാസ്സുകൾ കാണാം. അതുകൂടാതെ ഞങ്ങളുടെ ചർച്ചുമായി ബന്ധപ്പെട്ട ICBF-മായിട്ട് ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷകളിലൊക്കെ ഞാൻ കൂട്ടായ്മ കാണിച്ചു പോകുന്നു, സഹകരിച്ചു പോകുന്നു. ദൈവം ഏൽപ്പിച്ച ചില സ്പെഷ്യൽ ടാസ്കിൽ ഇൻവോൾവ് ആയിരിക്കുന്നു. ഇതാണ് എൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ്. ഫർദർ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ലിങ്ക്ഡിനിൽ നോക്കാം, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ നോക്കാം. ആത്മീയമായിട്ടുള്ള കാര്യം അറിയണമെങ്കിൽ യൂട്യൂബ് ചാനൽ നോക്കാം, പ്രൊഫഷണലായിട്ട് അറിയണമെങ്കിൽ ലിങ്ക്ഡിനിൽ നോക്കാം. അത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആരാണ് പറയണമെന്നൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ എന്ന് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ജോലിയായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ഓഫ് കോഴ്സ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആണെന്ന് വിശ്വസിക്കാം. നിങ്ങൾ എല്ലാവരും കൂടിയ ജർമ്മനിയുടെ പ്രദേശത്ത് ഇങ്ങനൊരു കൂട്ടായ്മ തുടങ്ങുവാനും ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാനും പരസ്പരം ആവശ്യങ്ങളെ വഹിച്ച് പ്രാർത്ഥിപ്പാനും ഇങ്ങനൊരു ദൈവത്തിൻ്റെ പദ്ധതിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നും യാദർശികമല്ല, ദൈവത്തിനെല്ലാം വ്യക്തമായ ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേറെ ഫർദറായ മുഖവര ഒന്നും കൂടാതെ നമുക്ക് വചനത്തിലോട്ട് കിടക്കാം. ദൈവം ഇന്ന് നമ്മളോട് ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് നമുക്ക് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു തുടങ്ങാം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 21-ന്റെ 6 മുതൽ 8 വരെ. അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് 2ാമത്തെ മരണം. പ്രൈസ് ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഈ വചനം ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വചനമാണ്. ഈ വേദഭാഗത്ത് നമുക്ക് 2 ആസ്പെക്റ്റ് കാണാൻ പറ്റും. ഒന്ന്, യഥാർത്ഥമായി ജയിക്കുന്ന അവസ്ഥയും. 2, യഥാർത്ഥമായി തോൽക്കുന്ന അവസ്ഥയും. ഹല്ലേലൂയ. എങ്ങനെ? ഒന്ന്, യഥാർത്ഥമായി ജയിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് യഥാർത്ഥമായി ദൈവം നമ്മുടെ പിതാവായിരിക്കുന്ന അവസ്ഥ. 2, യഥാർത്ഥമായി തോക്കുന്ന അവസ്ഥ, 2ാമത്തെ മരണത്തിൽ പോകുന്ന അവസ്ഥ. ദർ ഇസ് നോ എസ്കേപ്പ് ഫ്രം ദാറ്റ്. ഹല്ലേലൂയ. ഈ 2 കാര്യവും നമുക്ക് ഈ വേദഭാഗങ്ങളിൽ കാണാം. ഹല്ലേലൂയ. 7ാം വാക്യത്തിൽ ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഏത്? അതിന് മുമ്പിൽ എഴുതിയിട്ടുണ്ട്, ജീവനീരുറവ അവകാശമായി. ഹല്ലേലൂയ. യെസ്, കിട്ടും. കുറച്ച് മുമ്പ് എഴുതിയിരിക്കുന്ന 6ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് കിട്ടുവാൻ ദൈവം റെഡിയാണ്. ഹല്ലേലൂയ. പക്ഷെ ഒരു കണ്ടീഷൻ ഇവിടെ എഴുതിയേക്ക് നോക്കിയേ. ദാഹം വേണം. ദാഹം.
ദാഹിക്കുന്നവനെ കൊടുക്കുള്ളൂ. അതുകൊണ്ടാണ് പാസ്റ്റർ പറഞ്ഞത്, എല്ലാവരും ദൈവമേ എന്നോട് സംസാരിക്കണമേ, യഥാർത്ഥമായി ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള ദാഹം എന്നുള്ള കാര്യം അത് നമ്മുടെ ഒരു ഭാഗത്തിൽ നിന്ന് പുറപ്പെടേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. എനിക്ക് തോന്നണേ ഇന്ന് നമ്മൾ വായിച്ച 37-ാം സങ്കീർത്തനത്തിലും ആ ഒരു കാര്യം ഡിനോട്ട് ചെയ്യുന്ന ഒരു ആശയമുണ്ട് എന്ന് ഞാൻ തോന്നുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം എന്നോട് ഇടപെട്ട ഒരു കാര്യമാണ്. 4-ാം വാക്യം, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. പ്രിയ ദൈവമക്കളെ, ഈ ഭൗതികമല്ലാത്ത ആത്മീയമായ നിത്യ ജയത്തിനു വേണ്ടിയുള്ള ആഗ്രഹവും ആഗ്രഹത്തിൽപ്പെട്ടതാണ്. ഹല്ലേലൂയ. യെസ് ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ശരിക്കും ആഗ്രഹിക്കുന്നത് എന്താ? യഥാർത്ഥമായി ജയിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്ന് ഹല്ലേലൂയ ഊരിത്തെരിഞ്ഞു വരുന്നതാണ് ഈ ജീവനീരുറവ ദൈവമേ എനിക്ക് തരണമേ. എന്തിനാന്ന് ചോദിച്ചാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വിക്ടറിക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. അതെ, നമ്മളിപ്പോ പല സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു, പല ആവശ്യങ്ങൾ കേട്ടു, പല പ്രാർത്ഥനാ വിഷയങ്ങൾ കേട്ടു. അതൊക്കെ ആഗ്രഹമാണ്. അതേപോലെയോ അല്ലെങ്കിൽ അതിനും അപ്പുറമായി നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥമായ ഒരു ജയത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം. ഹല്ലേലൂയ. ആ ദാഹം, ആ ആഗ്രഹം നമ്മൾ അത് ചെയ്യണം. അത് നമ്മുടെ ഒരു കാര്യമാണ്. ഇനി അത് എന്തുകൊണ്ട് ആഗ്രഹം ഇല്ലാത്തത്, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉടൻ തന്നെ നമുക്ക് ആ കാര്യങ്ങളിലോട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഹല്ലേലൂയ. അപ്പോൾ ദാഹം എന്നുള്ളത് മറക്കണ്ട, ദാഹം കൂടിയേ തീരൂ. ഈ ദാഹത്തിന് ഹല്ലേലൂയ ഹല്ലേലൂയ, അതായത് ഓരോ വ്യക്തിയും, അത് ജസ്റ്റ് ഒരു അവയർനെസ് ആണ്. ഇത് ഇങ്ങനെ ഒരു കാര്യം വേണമെന്ന് പരിശുദ്ധാത്മാവും ദൈവവചനവും നമ്മളെ പഠിപ്പിക്കുന്നു. ബാക്കി എല്ലാ കാര്യത്തിനും ആഗ്രഹിക്കാമെങ്കിൽ ഇതിനും ആഗ്രഹിക്കാം. ഇതിനെന്തെങ്കിലും മൂല്യം തോന്നുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ യേശുവേ നമ്മൾ ആഗ്രഹിച്ചു പോകും. അപ്പോൾ മൂല്യത്തിന്റെ പ്രശ്നം അല്ലെങ്കിൽ അത് മനസ്സിലാവാത്ത പ്രശ്നമാണ്. ഇത് ആരുടെയും കുറ്റമല്ല. ഇപ്പോൾ നിങ്ങൾ അവിടെ ഓരോ ജോലിയായിട്ട് ഓരോ കാര്യങ്ങളിൽ വരുമ്പോൾ നിങ്ങളുടെ അവിടുത്തെ PR-ഉം അവിടുത്തെ ജോലിയും അവിടുത്തെ പല അപ്രൂവൽസും ഒക്കെ ഭയങ്കര ആഗ്രഹം. ഇറ്റ്സ് എ നെസസിറ്റി. അതായത് അവിടെ ജീവിച്ചു പോകണമെങ്കിൽ ആവശ്യമായതുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത്. യെസ് പ്രിയ ദൈവമക്കളെ, അതിനേക്കാളൊക്കെ അപ്പുറമായി there will be a point. നമ്മള് അവസാന ശ്വാസം വലിക്കാൻ പോകുന്നൊരു സമയം ഉണ്ടാവും. അതിനുശേഷം നമുക്ക് തിരിച്ചൊരു ബാക്ക് ഇല്ല. ആ സമയത്ത് യെസ് ആമേൻ, യെസ് ഉറപ്പോടെ ഞാൻ പോകുന്നത് ആ ദൈവത്തിന്റെ സിസ്റ്റത്തിലോട്ടാണ്, ആ ഒരു യെസ് ആമേൻ നല്ലൊരു പരദീസയിലോട്ടാണ്, നല്ലൊരു പ്രയാണത്തിലോട്ടാണ് എന്നുള്ള ഉറപ്പോടെ ഹല്ലേലൂയ പോകാൻ പറ്റണമെങ്കിൽ ആ ദാഹം, ആഗ്രഹം ഇപ്പോഴേ തുടങ്ങണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ യെസ് നമുക്ക് വളരെ വ്യക്തമായി ഒരു ജയത്തിന്റെ ഒരു പാറ്റേൺ കണ്ടു. ഇനി വളരെ വ്യക്തമായി തന്നെ തോൽവിയുടെ പാറ്റേൺ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവ്. അതിനകത്ത് ഈ കാര്യങ്ങൾ നമ്മൾ ആരും ഇഗ്നോർ ചെയ്ത് പോകരുത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തില് ചില കാര്യങ്ങള് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഭൗതികമായ ചില കാര്യങ്ങൾ ചില സമയത്ത് നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഡിലേ വന്നാൽ ഹല്ലേലൂയ അതൊന്നും ഒരിക്കലും തോൽവിയല്ല. അത് ദൈവം ഒരുപക്ഷെ നമ്മളെ പഠിപ്പിക്കുന്നതായിരിക്കും. അതിന്റെ റൈറ്റ് സമയത്ത് അതിലും ബെസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിലും ഗ്രേറ്റ് ആയിട്ടോ ദൈവത്തിന് എന്ത് നമുക്ക് വേണ്ടി വെച്ചോ അത് നമുക്ക് കിട്ടും. ഹല്ലേലൂയ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ don't look at your present need, rather you just look at your turn back or look at your previous history, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവം നോക്ക്. ഏതെങ്കിലും ഒരു കാര്യത്തിന് ഈ ദൈവം പറ്റണ പരിപാടിയല്ല എന്ന് പറഞ്ഞ് പോകേണ്ടി വന്നിട്ടുണ്ടോ? ലുക്ക് ബാക്ക്. ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റ് മറക്കുക, അതിന് മുമ്പത്തെ എടുക്കുക. ഒരു കാര്യമില്ലാതെ ആരും ഇവിടെ വന്നിരിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അനുഭവം, എന്തെങ്കിലുമൊക്കെ റീസണും ഉണ്ടായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഈ ദൈവത്തെ ജീവിക്കുന്ന ദൈവമാണ്, അവൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചില കാര്യങ്ങൾ ഡിലേ ആയെന്ന് പറഞ്ഞ ഒന്നും തോൽവിയല്ല. പക്ഷേ യഥാർത്ഥമായ തോൽവികൾ
യഥാർത്ഥമായ ഫെയിലിയറുകൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇത് നമുക്ക് ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അത് സാത്താന്റെ തന്ത്രമാണ്. പക്ഷേ വചനം പറയുന്നത് നോക്കിക്കോ, നമുക്ക് അവൻ ഭീരുത്വമുണ്ടെങ്കിൽ, ആമേൻ, ഭീരുത്വമുണ്ടെങ്കിൽ തോൽവിയുടെ ലക്ഷണമാ പ്രിയ ദൈവമക്കളെ. നമുക്ക് അവിശ്വാസമുണ്ടെങ്കിൽ തോൽവിയുടെ ലക്ഷണമാ പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് പല ആവശ്യങ്ങൾ സാധിച്ചെടുക്കാൻ ആവശ്യമാകുന്ന സാധനമാണ് ഈ വിശ്വാസം എന്ന കൃപ. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സാത്താൻ കൊണ്ട് നമ്മുടെ ഉള്ളിലോട്ട് കയറ്റിവിട്ടേക്കുന്ന സാധനമാണ് അവിശ്വാസം. പലപ്പോഴും അതൊക്കെ ഒരു കാഷ്വൽ രീതിയിലാണെങ്കിൽ പ്രശ്നമാ, തോൽവിയുടെ ലക്ഷണമാ, തോൽവിയുടെ പാതയാണ്. ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒരു അറയ്ക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരു അബോമിനബിൾ ആകുന്ന ചില ആൾക്കാരെ അടുപ്പിക്കാത്ത അല്ലെങ്കിൽ ചില ഒരു പക്ഷെ എനിക്കറിയില്ല, മീൻസ് എൻ്റെ ഒരു പ്രീവിയസ് എനിക്കൊരു ജർമ്മൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഐ നോ ദ മെന്റാലിറ്റി ആൻഡ് മീൻസ് അവരുടെ രീതി എനിക്ക് കുറച്ചൊക്കെ അറിയാം. അപ്പോൾ ഈ അബോമിനേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ആരും പഠിപ്പിക്കണ്ട എന്ന് എനിക്ക് തോന്നുന്നു. അതായത് പക്ഷെ ആ ഒരു സംഭവം നമുക്ക് പറ്റില്ല. നമ്മൾ എല്ലാവരെയും ആമേൻ ഉൾക്കൊള്ളുന്ന, ആരെയും നമ്മൾ ഒഴിവാക്കാനോ അല്ലെങ്കിൽ വെറുപ്പിച്ചു നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി പറ്റത്തില്ല. പകരം ഹല്ലേലൂയ നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളുന്ന യേശുവിന്റെ സ്നേഹത്തിന്റെ ഒരു സിസ്റ്റം ഉള്ള ഒരു വ്യക്തി ജീവിതങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ഇനി അതല്ല, ചിലവരെ എനിക്ക് പറ്റത്തില്ല, ഐ കനോട്ട് ടോളറേറ്റ് ദം, അല്ലെങ്കിൽ ഐ കാണ്ട് അഡ്ജസ്റ്റ് വിത്ത് ദം, തോൽവിയുടെ പാതയില, പ്രശ്നമാണ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷെ ടഫായിട്ട് തോന്നാം, പക്ഷെ പ്ലീസ് വെയിറ്റ് സം മോർ മിനിറ്റ്സ്, ദെൻ വി വിൽ നമ്മൾ ഡൈസെക്ട് ചെയ്ത് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടേ പോളൂ. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഞാൻ പോവില്ല. ഐ വിൽ ഗീവ് യു പ്രോപ്പർ സൊല്യൂഷൻ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അതേപോലെ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നു കൊലപാതകം, പുതിയ നിയമത്തിന്റെ ഭാഷയിലുള്ള കൊലപാതകം, യേശു പഠിപ്പിച്ച മത്തായി സുവിശേഷത്തിലെ രീതിയിലുള്ള കൊലപാതകം. സഹോദരനെ മൂടാ എന്ന് വിളിക്കുമ്പോൾ തന്നെ യേശുവിന്റെ കാഴ്ചപ്പാടിൽ കൊലപാതകമായി. അടുത്ത് ദുർനടപ്പ് എഴുതി വരിക്കുന്നു. ഒരു മോഹിച്ചുകൊണ്ട് സ്ത്രീയെ നോക്കുന്നത് തന്നെ ദുർനടപ്പായി, വ്യഭിചാരമായി. ആമേൻ, ഹല്ലേലൂയ. അതുപോലെ ക്ഷുദ്രം. ആമേൻ, ഹല്ലേലൂയ. ശൗമേൽ, ആമേൻ, പ്രവാചകൻ ശൗലിന്റെ കാര്യത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഹല്ലേലൂയ. അനുസരണം യാഗത്തെക്കാളും ശ്രദ്ധ മുട്ടാടുകളുടെ മേധസ്സേക്കാളും നല്ലതെന്ന് പറയുന്നതിന്റെ ഭാഗത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ശുദ്രവും ബിംബാരാധനയും. ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും നമ്മൾ ശാഠ്യവും അതുപോലെ ചില സ്വഭാവങ്ങൾ കാണിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ മുമ്പിൽ മരണകരമായ പ്രശ്നമാണ്, തോൽവിയുടെ പാതയിലാണ്. പ്രിയ ദൈവമക്കളെ, ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാനൊരു ഓണ്ടർപ്രണറാണ്, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ദൈവം തന്ന വചനങ്ങൾ മാത്രം പറയാൻ വന്നതാണ്. ഹല്ലേലൂയ. മാനുഷികമായ ഒരു ആമേൻ, അല്ലെങ്കിൽ ഒരു സൂത്തനിങ് ആയിട്ടുള്ളൊരു സംതിങ് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാൻ വന്നതല്ല. ഐ വിൽ ടെൽ വാട്ട് ദൈവം എന്നെ ഇൻട്രസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ട് പോകാം. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മളെ ശരിക്കും സ്നേഹിക്കുന്നു, ആഴത്തിൽ സ്നേഹിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, നമ്മൾ പലപ്പോഴും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ആമേൻ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ആമേൻ തോൽവിയുടെ, രണ്ടാം മരണത്തിന്റെ ആമേൻ എലിജിബിളായ കാര്യങ്ങളാണ്. അല്ലേ? പലപ്പോഴും ജയിക്കാൻ എന്ന് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്ന സാധനത്തെ കുറിച്ച് നമുക്കൊരു ടേസ്റ്റുമില്ല, ഒരു ദാഹവുമില്ല. നമ്മൾ കാഷ്വൽ ആയിട്ട് അതിനകത്ത് കാണുകയും ചെയ്യുന്നു. വളരെ ഫ്രാങ്ക് ആയിട്ട്. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ചില കാര്യങ്ങൾ ആമേൻ, ദൈവം ഇന്ന് ആമേൻ, ഹല്ലേലൂയ, അത് കറക്റ്റായിട്ട് നമ്മളോട് സംസാരിച്ച് കറക്റ്റായിട്ട് ഹല്ലേലൂയ നമ്മളോട് ഇടപെട്ട് അതിനൊരു സൊല്യൂഷൻ തന്നിട്ട് പോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. ഇവിടെ ദൈവം പറയുന്നു, അതിന് മുമ്പത്തെ വാക്യങ്ങളിൽ നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റും, ഒരു ജീവ നീരുറവയിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കിട്ടണം, ഒരു ജീവജലം നമുക്ക് കിട്ടണം.
ഈ ജീവജലമാണ് യെസ് ആമേൻ ഹല്ലേലൂയ നമ്മളെ ഒരു പ്രത്യേകമായ രീതിയിൽ ദൈവത്തോട് അടുപ്പിക്കുന്നതും, പിന്നെ ലേറ്റർ സ്റ്റേജിൽ ഇതേ ജീവജലം നമ്മുടെ സ്വന്തമാക്കി യെസ് അല്ലെങ്കിൽ നമ്മുടെ യെസ് ആമേൻ ഒരു 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 അവകാശമാക്കി തരുന്നതും ഹല്ലേലൂയ ഇതേ ജീവജലം തന്നെയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ ജീവജലമാണ് യെസ് ആമേൻ ഹല്ലേലൂയ ഒരു മനുഷ്യനെ ജയത്തിന്റെ പാതയിലാക്കുന്നതും ഈ പറഞ്ഞ തോൽവിയുടെ പാതയിൽ നിന്ന് മാറ്റി നിർത്തുന്നതും. ആമേൻ ആമേൻ. ആ ജീവജലത്തിന്റെ കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് വചനത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു വേദഭാഗമാണ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് ശമര്യക്കാരത്തി സ്ത്രീയുമായിട്ടുള്ള യേശുവിന്റെ ഇന്ററാക്ഷൻ. ഹല്ലേലൂയ. ഒരു പക്ഷേ നിങ്ങൾക്കത് അറിയാവുന്ന വേദഭാഗമായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ഇപ്പോൾ കേട്ട സംഭവം ഒരു ജയവും ഒരു തോൽവിയുടെ സിസ്റ്റമാണ്. അത് ഇച്ചിരി കഠിനമായ ഒരു ഉപദേശമാണ്. ഹല്ലേലൂയ. പക്ഷേ നമുക്ക് ആ കഠിനത ആമേൻ ആ കഠിനത ഹല്ലേലൂയ നമുക്ക് പലപ്പോഴും ഈ കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് ഞാൻ വന്നിട്ട് ജർമ്മനിയിൽ വന്ന് ജർമ്മൻ പഠിച്ച് പാസ്സാവുമെന്ന് വിചാരിച്ചാൽ എന്നെ സംബന്ധിച്ച് അത് നടപടിയുള്ള കാര്യമല്ല. എനിക്കത് പഠിക്കണം. എനിക്കതിനെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ല. അതേസമയം നിങ്ങൾ അതിന് ട്രെയിനിങ് എടുത്ത് അല്ലെങ്കിൽ വർഷങ്ങൾ അവിടെ നിന്ന് അല്ലെങ്കിൽ മനസ്സിലാക്കി അതുമായിട്ട് ഇടകലർന്ന് വ്യക്തമായി പഠിച്ച് ഭാഷയൊക്കെ മനസ്സിലാക്കി പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ എന്തോ ടെസ്റ്റോ അല്ലെങ്കിൽ ഫർദർ ആയിട്ടുള്ള അതുമായിട്ടുള്ള കാര്യങ്ങളോ ചെയ്യാൻ പിന്നീട് അത് എളുപ്പമായിരിക്കും. അപ്പോ നമ്മൾ ഇത്രയും നേരം കേട്ട വചനം ഞാൻ പെട്ടെന്ന് ജർമ്മനി വന്നിട്ട് ഭാഷ അല്ലെങ്കിൽ പരീക്ഷ എഴുതണ പോലെ ഇരിക്കും. എനിക്ക് ഒന്നും കിട്ടത്തില്ല. പക്ഷെ ഈ സംഭവം യഥാർത്ഥമായി പഠിച്ച് അതിനെ വളരെ സ്മൂത്ത് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് മനസ്സിലായ പിന്നെ അത് എളുപ്പമാണ്. അപ്പൊ നമ്മള് ഈ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് ഈ കാര്യം യേശു യഥാർത്ഥമായ ജീവജലം കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ആമേൻ. ഈ സ്ത്രീക്ക് ആമേൻ ഹല്ലേലൂയ ജീവജലം ഓൾറെഡി കൊടുക്കുന്ന അവസ്ഥ. അത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അതിങ്ങനെ കാണുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. ഇതിനിടയിൽ അവന്റെ ശിഷ്യന്മാർ വന്ന് അവൻ സ്ത്രീയോട് സംസാരിക്കൽ ആശ്ചര്യപ്പെട്ടുവെങ്കിലും നീ എന്ത് ചോദിക്കുന്നു അവളോട് എന്ത് സംസാരിക്കുന്നു ആരും ചോദിച്ചില്ല. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ, അവൻ പക്ഷെ ക്രിസ്തുവായിരിക്കുമോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗത്തിലെ കാര്യം നമുക്കതിന് ഡീറ്റെയിൽ ആയിട്ട് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം ശ്രദ്ധിക്കുക. യേശു ഈ ശമര്യക്കാരത്തി സ്ത്രീയുമായിട്ടുള്ള സംഭാഷണം തുടങ്ങുന്ന സമയത്ത് യേശുവിനെ കുറിച്ചോ വചനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ യഥാർത്ഥമായ ഈ ജീവജലത്തിന്റെ അനുഭവം എന്നത്തെക്കുറിച്ച് ഒരു അറിവുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഈ സ്ത്രീ. പക്ഷേ എൻ്റെ പോയിന്റ് ഇതാ, ഒരു മാക്സിമം പോയ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റ്, അതിൽ കൂടുതൽ കോൺവെർസേഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. വെറും 15 മിനിറ്റ് കൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു വിവരമില്ലാത്തൊരു സ്ത്രീ 15 മിനിറ്റിന് ശേഷം ഹല്ലേലൂയ ഈ ജീവജലം സമയം കിട്ടുകയും ചെയ്തു. അവൾ ആ ജീവജലം കുടിച്ചതിന്റെ ആ സന്തോഷത്തിൽ സുവിശേഷം പറയിക്കാൻ പോവുകയും ചെയ്തു. ഇത് സത്യമല്ലേ? നമുക്ക് ഈ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതായത് ഒരു കാര്യം അറിയാം, നമ്മൾ ആ ഒരു കാര്യത്തിലോട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകണം. അപ്പോഴാണ് ഈ കാര്യങ്ങളുടെ യഥാർത്ഥമായ കിടപ്പ് മനസ്സിലാവുള്ളൂ. ഹല്ലേലൂയ. വെറും 15 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം പോയാൽ 20 മിനിറ്റ് എന്തെങ്കിലും ആട്ടെ, ഈ ആദ്യമായിട്ട് ജീവജലത്തിനെ കുറിച്ച് കേൾക്കുന്ന വ്യക്തി 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ജീവജലം കുടിച്ചുകൊണ്ട് സുവിശേഷം പറയാൻ പോയി.
ആ സന്തോഷം, ആ ആ ആ ഒരു ഭയങ്കരമായ സന്തോഷം അവളെ ഡ്രൈവ് ചെയ്ത് മറ്റുള്ളവരെ കൂടി വിളിച്ചോണ്ട് വരാൻ പാകത്തിന് യേസാമന്റെ വലിയ ശുശ്രൂഷ അവൾ ചെയ്തു വെച്ചു. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ ഒരു വലിയൊരു ചേഞ്ച് ഇവിടെ സംഭവിക്കുന്നു. ഒരു വ്യക്തി, യേശുവിനെ കുറിച്ച് ഒരു പിടിപാടുമില്ലാത്ത വ്യക്തി, കുറച്ചു സമയത്തിനുള്ളിൽ ജീവജലം ആൾക്ക് കിട്ടി. ഇവിടെ 24 വാക്യത്തില് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം ആത്മാവാകുന്നവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പോൾ ഈ ജീവജലം ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു, അതൊരു ആത്മാവിന്റെ ഒരു പകർച്ചയാണ്. ദൈവത്തിൻ്റെതായ ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ വരുന്ന ഒരു അവസ്ഥയാണ്. ഹല്ലേലൂയ. നമുക്കിനി ഈ കാര്യം ഒരു വ്യക്തിക്ക് യഥാർത്ഥമായ ജീവജലത്തിന്റെ അനുഭവത്തിലോട്ട് വരുന്ന ആ ഒരു പാറ്റേൺ നമുക്ക് നോക്കാം. ഹല്ലേലൂയ. ഈ പാറ്റേൺ, ഹല്ലേലൂയ, നമ്മൾ ഓരോ വിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ടതായ ഒരു വസ്തുതയാണ്. ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെ കാണുന്നു, ഈ 4-ാം അധ്യായത്തില്, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് ആദ്യം മുതലേ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. അവൻ 4-ാം വാക്യം, അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുക്കാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്നു ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരം ആയിരുന്നു. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിക്കുവാൻ തരുമോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണസാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമര്യ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമരിയക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രം ഇല്ലല്ലോ, കിണറ് ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവൻ ആകുന്നു ഈ കിണറ് ഞങ്ങൾക്ക് തന്നത്. അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു. ഒരുപക്ഷെ നമുക്കൊക്കെ സുപരിചിതമായ വേദഭാഗമാണ്. പക്ഷേ ഹല്ലേലൂയ, ചില കാര്യങ്ങൾ ദൈവം ഇന്ന് നമ്മളോട് പുതിയതായിട്ട് സംസാരിക്കാനുണ്ട്. എനിക്കത് പുതിയതായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഒരു പക്ഷേ അത് പുതിയതായിരിക്കാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ ശമരിയക്കാരത്തി സ്ത്രീയോട് യേശു വെള്ളം കുടിക്കുവാൻ, അല്ലെങ്കിൽ വെള്ളം തരണമെന്ന് ചോദിക്കുമ്പോൾ ഈ ശമരിയക്കാരത്തി സ്ത്രീ അത്ഭുതത്തോടെ ചോദിക്കുക. സാധാരണഗതിയിൽ യഹൂദർക്കും ശമരിയക്കാർക്കും തമ്മിൽ ഒരു ഇടപാടുമില്ലല്ലോ, പിന്നെ നീ എങ്ങനെ എന്നോട് ഇത് ചോദിക്കും? അല്ലേ പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ഒന്നും ക്വാളിഫിക്കേഷനോ ക്വാളിറ്റിയോ ഗുണമോ ഒന്നും കൊണ്ടിട്ടല്ല യേശു നമ്മുടെ അടുത്ത് വന്നത്. നമ്മൾ പാപികളായിരുന്നപ്പോൾ, ഒന്നിനും കൊള്ളാതായിരുന്നപ്പോൾ, ഒരു മെറിറ്റും ഇല്ലാത്തപ്പോൾ, അവന്റെ സ്നേഹം നമ്മളെ തേടി വന്ന്, ഓ ഹല്ലേലൂയ, നമ്മളോട് ഹല്ലേലൂയ, ആമേൻ, അവന്റെ ആ നിത്യ രക്ഷയുടെ ആ സുവിശേഷം, നിത്യരക്ഷയുടെ ആ സിസ്റ്റം നമ്മളെ പഠിപ്പിച്ചു. ആ കാര്യത്തോട്, അല്ലെങ്കിൽ ആ കാര്യവുമായിട്ട് യേശു നമ്മുടെ അടുത്ത് വന്നു. ഹല്ലേലൂയ. പ്രിയ നമ്മൾ ഈ ചില കാര്യങ്ങൾ നമ്മൾ സാധാരണ ഒരു പെരിഫറൽ ആയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ട് ചിലത് ചിന്തിക്കാനുണ്ട്. പ്രിയ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ സ്ത്രീ യേശുവിനെ പറഞ്ഞു വിട്ടില്ല. വേണമെങ്കിൽ എന്റെ സമയം മെനക്കെടാ, നീ പോയെ, അല്ലെങ്കിൽ എനിക്ക് നിന്റെ വെള്ളവും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞില്ല. പലപ്പോഴും പക്ഷേ വിശ്വാസികളാണ് നമ്മളത് ചെയ്യുന്നുണ്ട്. പലപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളോട് ശക്തമായിട്ട് ശക്തമായി ഇടപെട്ടു, പിന്നെ ആട്ടെ, ഇപ്പൊ അത് പറ്റില്ല, ദിസ് ഇസ് നോട്ട് ദ ടൈം എന്ന് എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ ആ ശമരിയാക്കാരത്തി സ്ത്രീ ദാഹമുള്ള, അല്ലെങ്കിൽ ഒരു പുതിയൊരു ആശയം പറഞ്ഞപ്പോൾ, പുതിയൊരു കാര്യം പറഞ്ഞപ്പോൾ അവനെ ഒഴിവാക്കി വിടാതെ, ഹല്ലേലൂയ, ഓ അവനുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഓ ഹല്ലേലൂയ, കണ്ടിന്യൂ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? ഈ വന്നത് ആരാന്ന് ഒരു പിടുത്തവും ഇല്ലാതെ, ജസ്റ്റ് യഹൂദനാന്ന് മാത്രം അറിയാവുന്ന ആ ശമരിയാക്കാര സ്ത്രീ കുറച്ച് കഴിഞ്ഞപ്പോൾ, കുറച്ച് വാക്യങ്ങൾ കഴിഞ്ഞപ്പോൾ, ഇതാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നവനാണ് മശിഹ എന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടാ പോയെ. യേശു ഓൾ ഓഫ് എ സഡൻ ഞാൻ മശിഹ എന്ന് പറഞ്ഞല്ല തുടങ്ങിയത്. ഹല്ലേലൂയ. പലപ്പോഴും ദൈവമക്കളെ, ഒരു കാര്യം പരിശുദ്ധാത്മാവ് ഇന്ന് ആമേൻ ഹല്ലേലൂയ നിങ്ങളുടെ കൂട്ടായ്മയോട് ഓരോരുത്തരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ, യേശു ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ സംസാരിച്ച കിട്ടിയ ഇൻഫർമേഷനെ റെസ്പെക്റ്റോടെ എടുത്തിട്ട് നമ്മുടെ ജീവിതത്തിൽ ആമേൻ അതെനിക്ക് വേണമേ എന്ന് പറഞ്ഞാൽ ദൈവം ആ റെസ്പെക്റ്റിനെ, നിങ്ങളുടെ ആ താല്പര്യത്തെ മാനിക്കും, ആഗ്രഹത്തെ മാനിക്കും. ഹല്ലേലൂയ. ആഗ്രഹിക്കുന്നവർക്കാ ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവം ചില കാര്യങ്ങൾ നൽകുന്ന. സങ്കീർത്തനത്തിൽ ആ വാക്യം ആമേൻ കണ്ടു. ഹല്ലേലൂയ. ദാഹിക്കുന്നവർക്കാ അവൻ ജീവജലം തരുന്നത്. ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, ഒരിക്കലും വചനം കേൾക്കുമ്പോൾ, ഒരിക്കലും പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ ഒഴിവാക്കി വിടല്ലേ. ഒഴിവാക്കി വിടുന്നത് ആമേൻ ഹല്ലേലൂയ ഒരു പക്ഷെ നമ്മുടെ നിത്യജീവനെ തന്നെയാണ് ഒഴിവാക്കി വിടുന്നത്. ഒഴിവാക്കി വിടുന്നത് പലപ്പോഴും അവൻ എങ്ങനെയെങ്കിലും നമ്മളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ, ആമേൻ ജയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, പകരം നമ്മൾ അതിനെ മാറ്റി തോൽവിയുടെ പാത തെരഞ്ഞെടുക്കുന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ. പിന്നെ അടുത്ത ഒരു വലിയൊരു മർമ്മം ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്, ഇവളൊരു കാര്യം പറയുന്നു. ഹല്ലേലൂയ. ഇവൾ പറയുന്നൊരു കാര്യം, നിനക്ക്, അതായത് ഈ കിണർ നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. ആമേൻ. പ്രിയദൈവമക്കളെ, ഇത് നമ്മൾ പ്രാക്ടിക്കൽ സെൻസിൽ എടുക്കണം. ഇതും നമുക്ക് പ്രശ്നമുള്ള കേസാണ്. ഇതും പരിശുദ്ധാത്മാവ് ഇതൊക്കെ എന്നെയും ഇത് ഞാനും ഈ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം പരിശുദ്ധാത്മാവിന് ഇടപെട്ടപ്പോൾ എനിക്കും ഇത് വളരെ പുതുമയായി തോന്നിയതും അതിശക്തമായി തോന്നിയതും എന്നെയും വ്യക്തമായി കുറ്റം വിധിക്കുന്നതും കൺവിക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ഒരു ചിന്തയുണ്ട്, നമുക്ക് ബൈബിളൊക്കെ അറിയാം. ഈ സ്ത്രീ പറഞ്ഞത് എന്താ? വചനം, അല്ലെങ്കിൽ അവിടെ ഒരു ഹിസ്റ്ററിയാ പറഞ്ഞേ. പലപ്പോഴും നമ്മൾ യേശുവിനെ അടുത്തത് പറഞ്ഞു വിടുന്ന ഒരു കാര്യം, എനിക്കെല്ലാം അറിയാം, എനിക്ക് വചനം ഒക്കെ അറിയാം. പ്രിയ ദൈവമക്കളെ, വചനത്തിലെ ചില ഹിസ്റ്ററി അറിഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് ജീവജലം കിട്ടില്ല. ഓ, ജയത്തിന്റെ പാതയിൽ നമ്മൾ ആവില്ല. തോൽവിയുടെ തന്ത്രത്തിൽ നിന്ന് നമ്മൾ മാറി ജയത്തിന്റെ സിസ്റ്റത്തിൽ നമ്മൾ ആവില്ല. നമുക്ക് വേണ്ടത് ആ യേശുവിനെയാ, നമുക്ക് വേണ്ട ജീവജലത്തെയാ. അത് കുടിച്ച്, അതിൽ രസിച്ച്, അത് പറയുന്ന സിസ്റ്റത്തിൽ നമ്മൾ ദുഷ്ടപിശാചിന്റെ തന്ത്രങ്ങളെ ഓവർകം ചെയ്യണമെങ്കിൽ ചില ഹിസ്റ്ററി പഠിച്ചോണ്ട് കാര്യമില്ല. ഇവളും പറഞ്ഞത് ആ കാര്യം അങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ കാര്യം ഇങ്ങനെ, ഇത് നമ്മുടെ യാക്കോബിന്റെ അല്ലേ, ഇതിന്റെ കാര്യമാണോ, അറിയും, നീ അവനെക്കാളും വലിയവനാണോ എന്നൊക്കെ പറഞ്ഞു. പലപ്പോഴും വചനം കേൾക്കുമ്പോൾ, ഇപ്പോൾ ഒരു പക്ഷേ പ്രസംഗിക്കുമ്പോൾ ഇവൻ എന്താ ഈ പറയണെന്ന് ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ ഓ ആമേൻ. പ്രിയ ദൈവമക്കളെ, ഈ വചനം പുതുമയുള്ളതാ. ഈ വചനത്തിന് ചില കാര്യങ്ങളെ പുതിയതാക്കി തരാൻ പറ്റും. ചില കാര്യങ്ങളെ പുതിയതായി അറിയിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും ആമേൻ ഹല്ലേലൂയ വചനം അറിയാമെന്ന് പറയല്ലേ. ആമേൻ. ഓരോ പ്രാവശ്യം ഞാൻ ഈ വചനമൊക്കെ എത്രയോ പ്രാവശ്യം ശുശ്രൂഷിച്ചതാണെന്നറിയാവോ. ആമേൻ. ഇതുവരെ എനിക്ക് വെളിപ്പെടാത്ത കാര്യമായി ഇന്ന് ഞാൻ നിങ്ങളോട് പറയണത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ ഒരു അവസ്ഥ, ഹല്ലേലൂയ, ഒരിക്കലും അറിയാമെന്ന് പറഞ്ഞ് നമ്മുടെ ചാൻസ് നഷ്ടപ്പെടുത്തൽ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വളരെ ശക്തമായി ശ്രദ്ധിക്കേണ്ട കാര്യം. ഹല്ലേലൂയ. ആമേൻ. പിന്നെ അതിനുശേഷം ചില കാര്യങ്ങൾ നമ്മൾ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഈ സ്ത്രീക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും ഇവൾ ഒരു കാര്യം ചെയ്യുന്നു, ഒരു കാര്യം ചോദിക്കുന്നു. സ്ത്രീ അവനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം എന്ന് പറഞ്ഞു. ആമേൻ. പ്രിയ ദൈവമക്കളെ, അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയ സാധനം, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ, ഹല്ലേലൂയ, ഒരു പക്ഷേ അത് എന്തിനാ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും വലുതായിട്ട് അറിയില്ലെങ്കിലും
പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്ന ഒരു വലിയ കാര്യമാണ്. ഹല്ലേലൂയ. നമ്മൾ അതിനെ ഒഴിവാക്കി വിടല്ലേ. ഇവള് വെള്ളം ചോദിച്ചു. സപ്പോസ് ഈ ഭാഗത്ത് ഇവള് തിരിച്ച് ഉത്തരം പറയുന്നത് എനിക്ക് നിന്റെ വെള്ളവും വേണ്ട ഒന്നും വേണ്ട നീ പോയേന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കാര്യം സാധിച്ചത്? പ്രിയ ദൈവമക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആമേൻ. ഒരിക്കലും അതങ്ങനെ ചെയ്യരുത്. കാരണം ദാഹിക്കുന്നവനാ അവൻ ജീവനിലവ കൊടുക്കുന്നത്, ആഗ്രഹിക്കുന്നവനാ അവൻ സംതൃപ്തവനാക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ആഗ്രഹവുമില്ല, യെസ് ആമേൻ, ഹല്ലേലൂയ. അതുപോലെ ദാഹവും ഇല്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് പോലും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. സപ്പോസ് അവൾ അവനെ ഒഴിവാക്കി വിട്ടായിരുന്നെങ്കിൽ അവൾ നശിച്ചു പോയനെ, അവൾ മഷിയായിട്ട് അവളെ അംഗീകരിക്കത്തുമില്ല. യെസ്, ഒരു പ്രത്യേകമായ ഒരു അവസ്ഥ വന്നേനെ. പ്രിയ ദൈവമക്കളെ, വളരെ ശക്തമായി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കും. വചനം കേൾക്കുമ്പോൾ ഒരുപക്ഷെ അതിന്റെ ഫുൾ ആശയം ഒന്നും കിട്ടിയില്ലെങ്കിലും എന്തൊക്കെയോ കിട്ടിയത് ഒന്നുമല്ല, ഇത് വചനമാണ്, ദൈവത്തിന് നമ്മളെ രക്ഷിക്കാനാണ് അവൻ ഇത് പറയണത് എന്നുള്ള റെസ്പെക്റ്റോടുകൂടെ അതൊന്ന് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം ഇവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കാം. ഇപ്പോൾ ഇവള് യേശുവിൻ്റെ അടുത്തുനിന്ന് ജീവജലം ചോദിക്കുക. യേശുവിൻ്റെ അടുത്ത് ജീവജലം ചോദിച്ചപ്പോ ഉടനെ തന്നെ വേറൊരു വലിയ കാര്യം ഇവിടെ സംഭവിക്കുന്നു. യേശു പറഞ്ഞു, നീ പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക. ഹല്ലേലൂയ. അപ്പൊ ഇവളെന്താണ് പറയുന്നത്? ഹല്ലേലൂയ, എനിക്ക് ഭർത്താവില്ല, എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല, നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ഏറ്റവും അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ശ്രദ്ധിക്കണേ. ഇതുവരെ ആ സ്ത്രീക്ക് ജീവജലം ഒന്നും കിട്ടിയിട്ടില്ല. ജീവജലം കിട്ടിയ കാര്യം നമ്മൾ ഓൾറെഡി ആദ്യം വായിച്ചായിരുന്നു. ഹല്ലേലൂയ. ഇനി പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുമ്പോൾ, പരിശുദ്ധാത്മാവാണെങ്കിൽ അവൻ കുറ്റം വിധിക്കും. മാനുഷികമായ കർണരസമാകും ആ സ്ഥാനത്തൊന്നും കുറ്റം വിധിക്കൊന്നുമില്ല. പരിശുദ്ധാത്മാവാണെങ്കിൽ പരിശുദ്ധാത്മാവ് അവൻ നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ ബോധ്യം വരുത്തും. അതിൻ്റെ ഒരു പാർട്ടാണ് ഒരു ഇതുപോലത്തെ കൺവിക്ഷൻ. ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കും. ഈ സ്ത്രീ, അഗെയിൻ ഞാൻ പറയാ, ഇതിനൊരു അക്കാദമിക്കലി നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കണം. ഈ സ്ത്രീ, നീ എന്ത് വർത്താനോ പറയണേ, അനാവശ്യം പറയാതെ പോയേ, ഞാൻ അങ്ങനത്തെ മനുഷ്യനൊന്നും അല്ല എന്നല്ല പറഞ്ഞേ, നീ പറഞ്ഞത് ശരി, നീ പറഞ്ഞത് ശരി. പരിശുദ്ധാത്മാവ് വ്യക്തമായി പ്രിയദൈവമക്കളെ ഓർപ്പിക്കുന്നു. പലപ്പോഴും ആത്മാവ് ശക്തമായി ഇടപെടുമ്പോൾ അത് നമ്മളെ ശുദ്ധീകരണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താതെ അതിനെ റിബല്യസ് ചെയ്ത് അതിനെ എതിർക്കുന്ന അന്ധകാര ശക്തി, അന്ധകാര മണ്ഡലമുണ്ടെങ്കിൽ അതിനെ ഒട്ടനെ ശാസിച്ച് പുറത്തായിക്കൊള്ളണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണെങ്കിൽ അവൻ വ്യക്തമായി നമ്മളെ കറക്റ്റായ വഴി നടത്താൻ ശ്രമിക്കും. ഈ സ്ത്രീ ഇവിടെ കാണിച്ചു തരുന്നത് വലിയൊരു മാതൃകയാണ്. അവൾ അതിനെ എതിരൊന്നും പറഞ്ഞ, നീ പറഞ്ഞതൊക്കെ ശരി, യെസ് ഐ ആം എ സിന്നർ, എനിക്കൊത്തിരി പ്രശ്നമുണ്ട്, എന്നെ ഒന്ന് രക്ഷിക്കുവോ എന്നാണ് സ്ത്രീ പിന്നീട് ആമേൻ ഹല്ലേലൂയ അവിടെ ചോദിച്ചത്. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ചില കാര്യങ്ങൾ യേശു അതിനുശേഷം പിന്നെയും പറയുന്നു. ഹല്ലേലൂയ. ഇവിടെ പിന്നെ ഇങ്ങനെ കാണുന്നു, യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല ആ മലയിലും എന്നുള്ള നാഴിക വരുന്നു. പ്രിയ ദൈവമക്കളെ, യേശു ഇന്നൊരു കാര്യം നമ്മളോട് ചോദിക്കുന്നു. എനിക്ക് ഐ ഡോണ്ട് നോ എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയെന്ന് ദൈവത്തിനാണ് ഏറ്റവും കൂടുതൽ അറിയാം. ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ട്നേഴ്സിന് പോലും അറിയില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന് വ്യക്തമായിട്ട് അറിയാം. ഒരു കാര്യം വിശ്വസിക്കുക, യേശുവിന് അത് ഫിക്സ് ചെയ്യാൻ പറ്റും. ഈ ശമരിയക്കാരി സ്ത്രീ, ആമേൻ, യേശുവിനെ കുറിച്ച് ഒരു പിടിപാടും ഇല്ലാത്ത സ്ത്രീ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ കാര്യങ്ങൾ ഫിക്സ് ആക്കാൻ പറ്റുമെങ്കിൽ ഇന്നത്തെ മീറ്റിങ്ങിൽ കാര്യങ്ങളെ ഫിക്സ് ആക്കാൻ പറ്റും.
ഐ ഡോ നോ എന്തുകൊണ്ടാണ് പറയണത് എന്ന് പരിശുദ്ധാത്മ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനെ ബേസ് ചെയ്ത് അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ മെസ്സേജ് എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. വിശ്വസിക്കുക, യേശുവിന് ഫിക്സ് ചെയ്യാൻ പറ്റും. കുറച്ച് സമയം കൂടെ ലിസൺ ചെയ്യുക. ഹല്ലേലൂയ. യെസ് പാസ്റ്റർ, എന്റെ ടൈം എത്ര വരെ ഒന്ന് പറയൂ? ഓക്കെ, ഇനി അത്രയും വേണ്ടി വരില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു കാര്യത്തിലോട്ട്, അതിന്റെ ഒരു സൊല്യൂഷൻ പാർട്ടിലോട്ട് പോകണം. ഹല്ലേലൂയ. യേശുവിന് ഈ കാര്യം ഫിക്സ് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾ പറഞ്ഞ കാര്യം മറന്നുപോലെ, ആ ആറ്റിറ്റ്യൂഡ് മറന്നുപോലെ, യേശു പലപ്പോഴും നമ്മുടെ അടുത്ത് സ്നേഹത്തോടെ വചനവുമായിട്ടും പല പരിശുദ്ധാത്മാവ് പല കാര്യവുമായിട്ട് വരുമ്പോൾ ഒഴിവാക്കി വിടല്ലേ. സെക്കൻഡ് തിങ്, പരിശുദ്ധാത്മാവ് ആണെങ്കിൽ അവൻ കുറ്റം വിധിക്കും. നമ്മളെ ശുദ്ധീകരിപ്പാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവൻ പറയും. അത് പോസിറ്റീവായിട്ട് ഏറ്റെടുക്കണം. ദൈവമേ എന്നെ ശുദ്ധീകരിക്കണമേ. നമ്മൾ ആരും ശുദ്ധീകരണം അല്ലെങ്കിൽ നമ്മൾ ആരും വിശുദ്ധന്മാരോ അല്ലെങ്കിൽ ഭയങ്കര സംഭവമൊന്നുമല്ല. നമ്മൾ പാപികൾക്കാ, രോഗികൾക്കാ വൈദ്യനെ കൊണ്ട് ആവശ്യം. യെസ്, വി നീഡ് ഹോളി സ്പിരിറ്റ്. യെസ്, നമുക്ക് ജയിക്കാനുള്ളതാണ്. അതല്ലാതെ പല ദുസ്വഭാവങ്ങളും പല പ്രശ്നങ്ങളുമായിട്ട് നടന്ന് പല വർഷങ്ങളായി പല ഈഗോയും പല വെറുപ്പും പല വഴക്കും പല പ്രശ്നങ്ങളും പല വെറുപ്പും അതുപോലത്തെ പല ബാഡ് ഹാബിറ്റ്സും കൊണ്ട് നടക്കുന്ന മരണത്തിലോട്ട് പോകുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ മാറ്റി നിത്യജീവന്റെ അവസ്ഥയിലോട്ട്, ജയത്തിന്റെ അവസ്ഥയിലോട്ട് മാറ്റാനുള്ളൊരു ട്രാക്ക് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഇന്ന് വ്യക്തമായി ഓരോരുത്തരോട് സംസാരിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഒറ്റ കാര്യം, ഈ ക്യാൻ അറ്റ്ലീസ്റ്റ് ഇത് വിശ്വസിക്കുക, യേശുവിന് പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആ ഒരു കാര്യം എങ്ങനെ എളുപ്പത്തിൽ നടക്കുന്നു എന്ന് ഞാൻ ഈ ഒരു പകുതി വെച്ചിട്ട് അൺസേർട്ടൺ ആയിട്ട് പറഞ്ഞിട്ട് വിടാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം എന്നോട് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞത് വ്യക്തമായി പറഞ്ഞിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് തുടക്കം മുതലേ ചില കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് നമ്മൾക്ക് ഒരു പിക്ചർ പോലെ കാണിച്ചു തരുന്നു. ഒന്ന് തോൽവിയുടെ അവസ്ഥ, ഒന്ന് ജയത്തിന്റെ അവസ്ഥ. ഹല്ലേലൂയ. ഇനി ആ ജയത്തിന്റെ അവസ്ഥ, ഈ സ്ത്രീയുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ആറ്റിറ്റ്യൂഡ് നമ്മൾ കീപ്പ് ചെയ്യാനുള്ളതാണ്. ഹല്ലേലൂയ. യെസ് ആമേൻ. ഹല്ലേലൂയ. ആ ദാഹം നമുക്ക് തോന്നണം. ഇനിയും ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനൊക്കെ കേട്ടിട്ടും അതിൻ്റെ ശരിക്കും ഉള്ള ഒരു കാഴ്ചപ്പാടിലോട്ട് ആമേൻ ഒരുപക്ഷെ നമുക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അതിനുവേണ്ടി ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഒരു പ്രസൻറ്റേഷൻ പോലത്തെ ഒരു സാധനം ഞാനൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഒന്ന് കോ-ഹോസ്റ്റ് ആക്കാവോ? അല്ലെങ്കിൽ പ്രിയ മക്കളെ, ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറഞ്ഞിട്ട് ഈ ഒരു കാര്യം നമുക്ക് വ്യക്തമായൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. നമ്മൾ ഓരോ വ്യക്തി ജീവിതങ്ങളും ഒരു കാര്യം മനസ്സിലാകുക, നമുക്കൊരു ബോഡിയുണ്ട്. നമ്മൾ ഈ കാണുന്നത് ബോഡിയാണ്. ഈ സഭാപ്രസംഗി അവസാന വേദഭാഗങ്ങളിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ അവൻ്റെ ശാശ്വത ഭവനത്തിലോട്ട് പോകും. പൊടിയോട് ചേരും. അതായത് നമ്മുടെ ഈ ഫിസിക്കൽ ബോഡി അത് മണ്ണാണ്, മണ്ണിനോട് ചേരും. അവിടെ മനുഷ്യൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സോളാണ്. ഈ മലയാളം ബൈബിളിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സോളിനെയും അതുപോലെ ആത്മാവിനെയും, രണ്ടും ആത്മാവെന്നൊക്കെയാണ് സ്ഥലത്ത് എഴുതി, ചിലത് പ്രാണൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാനത് കറക്റ്റായിട്ട് അത് സെഗ്രിഗേറ്റ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഒരു ബോഡിയുണ്ട്, നമുക്കൊരു സോളുണ്ട്, അതുപോലെ നമുക്കൊരു ഹ്യൂമൻ സ്പിരിറ്റും ഉണ്ട്. ദൈവത്തിൻ്റെ തൃത്വം പോലെ തന്നെ നമ്മളിലും ശരിക്കും വ്യക്തമായി ബോഡിയുണ്ട്, സോളുണ്ട്, സ്പിരിറ്റ് ഉണ്ട്. അതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇതിൽ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിരിക്കണം. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ യഥാർത്ഥമായ രീതിയിൽ എത്തിപ്പെടാത്തതിൻ്റെ കാരണം ഹല്ലേലൂയ, പലപ്പോഴും നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ദാറ്റ്സ് നോട്ട് സഫീഷ്യന്റ് ആക്ച്വലി. പ്രിയ മക്കളെ, യേശു യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആടുകളുടെ വാതിൽ, യേശു പിന്നെയും അവരോട് പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു,
ആടുകളുടെ വാതിൽ ഞാൻ ആകുന്നു. ഹല്ലേലൂയ. ഇനി 9-ാം വാക്യം, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഈ പടം എല്ലാവർക്കും കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ നമ്മുടെ കാര്യത്തിന്റെ ഈസി ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഈ ഒരു കാര്യം നോക്കുക. നമ്മൾ എന്നുള്ള വ്യക്തി, നമുക്കൊരു ബോഡിയുണ്ട്, സോൾ ഉണ്ട്, നമ്മുടെ ഒരു ഹ്യൂമൻ സ്പിരിറ്റും ഉണ്ട്. ഈ യേശു ആകുന്ന വാതിൽ, ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഈ ഒരു റൂം പോലെ അല്ലെങ്കിൽ ഇവിടെ ഒരു ഡോർ, ചെറുതായിട്ടൊരു ഡോർ ഉണ്ട്, അതാണ് യേശു എന്ന് കൂട്ടിക്കോ. ഇവിടെ 9-ാം വാക്യത്തിൽ അല്ലെങ്കിൽ 7-ാം വാക്യത്തിലൊക്കെ പറയുന്നത് യേശു വാതിലാകുന്നു. അത് മാത്രമല്ല, ഈ ആട് ഈ യേശു ആകുന്ന വാതിലിലൂടെ കടന്നു പോകണം. അല്ലേ? അതേപോലെ തന്നെ ഇവിടെ വേറൊരു വലിയ വാതില്, വലിയൊരു സിസ്റ്റം ഉണ്ട്. അത് ഈവിളിന്റെ സിസ്റ്റം. ഈ ഈവിളിന്റെ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും, എവിടൊക്കെ പോയാലും, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യം, ഈ ലോകം മൊത്തം അവന്റെ അധീനതയില. സർവ്വലോകവും, സർവ കോസ്മോസിസും, അതാണ് കറക്റ്റ് ഗ്രീക്ക് വേർഡ്, ദുഷ്ടന്റെ അധീനതയില. നമ്മൾ മൊബൈൽ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ വേറെ പുറത്ത് എവിടെ പോയാലും, ടി വി നോക്കിയാൽ, എങ്ങനെ നോക്കിയാലും ഒക്കെ ഈ ദുഷ്ടപിശാചിന്റെ ഇൻഫ്ലുവൻസിലുള്ള സാധനം. മാത്രമല്ല വേറൊരു കാര്യവും കാണിക്കും, ഈ പുള്ളി എങ്ങനെയെങ്കിലും നമ്മുടെ ഈ സ്പിരിറ്റിനെ അക്സസ് ചെയ്യാൻ, എങ്ങനെ ഇങ്ങോട്ട് പോരടാ, അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടെ അത് നമ്മളെ മാടി വിളിച്ചോണ്ടിരിക്കും. പക്ഷേ ഈ യേശു ആകുന്ന വാതിലൂടെ കടക്കണമെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ നമ്മുടെ ആത്മാവിനെ പർപ്പസ്ഫുള്ളി ഈ ഈവിളിലോട്ട് പോകാതെ യേശുവാകുന്ന വാതിലിലൂടെ നമ്മൾ കടത്തിവിടണം. ഇത് ഓട്ടോമാറ്റിക് നടക്കൂല പ്രിയ ദൈവമക്കളെ. നമ്മുടെ പ്രശ്നം അതാണ്. നമ്മൾ ഈ വിശ്വാസത്തിൽ വന്നിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് പല ബാഡ് ഹാബിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ വെരി സിമ്പിളാണ് അതിൻ്റെ തത്വം. നമ്മുടെ സ്പിരിറ്റ് മിക്കവാറും ഈവിൾ ചേംബറിനകത്തായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ പക്ഷെ യഥാർത്ഥമായി ഈ യേശുവാകുന്ന ചേംബറിനുള്ളിലൂടെയാണ് പോകേണ്ടത്. ഹല്ലേലൂയ. ഇനി കുറച്ചുകൂടെ വ്യക്തമായി നമ്മൾ പറഞ്ഞാൽ, മത്തായി സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമുക്കൊരു കാര്യം കാണുവാൻ സാധിക്കും. നമ്മൾ യേശുവും പത്രോസുമായിട്ടുള്ള ആ ഒരു സംഭാഷണത്തിൽ, ഹല്ലേലൂയ, അവിടെ നമുക്ക് വ്യക്തമായി ഇങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിലാകും. ഈ യേശു ആരാണെന്ന് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ ശിമോൻ പത്രോസ് ഉടനെ പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പോ യേശു പറഞ്ഞ വാക്യമാണ് 17-ാം വാക്യം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ കിടക്കുന്നു. യേശു അവനോട്, ബറിയോന ശിമോന, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്വനായ നിന്റെ പിതാവ് അത്രേ ഇത് വെളിപ്പെടുത്തിയത്. ഇതിനൊരു ടെക്നിക്കൽ ഒരു വശമുണ്ട്. ഈ ഹോളി സ്പിരിറ്റ്, ഞാൻ ഈ ഒരു ക്ലൗഡ് പോലെ വരച്ചിരുന്ന ഹോളി സ്പിരിറ്റാ. നമ്മൾ പലപ്പോഴും ഈ വചനം കേൾക്കുന്ന സമയത്ത് ഈ വചനം സ്പിരിറ്റിനോട് കറക്റ്റായിട്ട് ഇടപെടും. ആ സമയത്ത് നമുക്ക് ഈ വചനം കേൾക്കുന്ന വചനമൊക്കെ സത്യമാണെന്ന് തോന്നും. ശരിയാണ്, വചനമൊക്കെ സത്യം തന്നെയാണ്, അത് തോന്നുകയും ചെയ്യും. പക്ഷെ നമ്മൾ അതിനുശേഷം ഈ പറഞ്ഞ ഈ സ്പിരിറ്റിനെ പർപ്പസ്ഫുള്ളി യേശുവിന്റെ കൈ കൊടുത്തില്ലെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ സാത്താൻ നമ്മുടെ സ്പിരിറ്റിനെ എടുത്തുകൊണ്ട് പോകും. നമ്മുടെ ചിന്താഗതികളെ അല്ലെങ്കിൽ സാത്താന്യ സിസ്റ്റത്തിലോട്ട് കൊണ്ടുപോകും. ഇത് പത്രോസിന് സംഭവിച്ചു. അതുകൊണ്ടാണ് ഇതേ 16-ാം അധ്യായത്തിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ 21-ാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു, അന്ന് മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവയാൽ പലരും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുത്, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ. പ്രിയ ദൈവമക്കളെ, ഇത് പത്രോസിന് സംഭവിക്കാമേ. കുറച്ച് മുമ്പേ യേശു തന്നെ പത്രോസിന് സർട്ടിഫിക്കേഷൻ കൊടുത്തതാ, നിനക്കിത് വെളിപ്പെടുത്തിയത് ദൈവമാണ്. ഇതേ പത്രോസ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ അധ്യായത്തിൽ തന്നെ കുറച്ച് വാക്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതേ പത്രോസിനകത്തുള്ള സാത്താനെ ശാസിക്കേണ്ടി വന്നു. വെരി സിമ്പിൾ ആണ്. ആ സമയത്ത് പത്രോസിന്റെ സ്പിരിറ്റ് ഈ ഈവിളിന്റെ അകത്താണ്. യേശു ഗെറ്റ് ബിഹൈൻഡ് മീ സാത്താൻ ഒറ്റ കമാൻഡ് ചെയ്തപ്പോ ഈ അന്ധകാര ശക്തി മാറിപ്പോവുകയും പത്രോസിന് ബോധം വരികയും ചെയ്തു. പ്രിയ ദൈവമക്കളെ, ഈ തത്വം നമ്മൾ ഓരോ വിശ്വാസികളും മനസ്സിലാവണം.
നമ്മൾ എന്തുകൊണ്ടാ തെറ്റ് ചെയ്യണത്, എന്തുകൊണ്ടാ പ്രശ്നം ചെയ്യണതെന്ന് നമുക്ക് യഥാർത്ഥമായിട്ട് എന്താ അതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഇതാണ് റീസൺ. ഇനി വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. ആരെങ്കിലും ഒരാള് സദൃശവാക്യം 16-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിക്കാവോ? സദൃശവാക്യം 16-ന്റെ 2. മനുഷ്യന് തന്റെ വഴികളൊക്കെ വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. മതി. ഇനി ഈ പടത്തിലോട്ടൊന്ന് ശരിക്കും നോക്കിയേ. ഈ വാക്യം എന്താ പറയുന്നറിയോ? മനുഷ്യന് തന്റെ വഴികളൊക്കെയും ചൊവ്വായി തോന്നുന്നു. സപ്പോസ് ഈ സ്പിരിറ്റ് ഈ ഈവിൾ ചേംബറിനകത്താന്ന് വെച്ചോ. അങ്ങനെ ഈ സ്പിരിറ്റ് ഈവിൾ ചേംബറിനകത്താണെങ്കിൽ ഈ മനുഷ്യൻ ആ സമയത്ത് അവന് ചിന്തിക്കുന്ന, അവൻ ചെയ്യുന്ന കാര്യമൊക്കെ അവന് ശരിയായിരിക്കും. ബൈബിൾ എഴുതിയേക്കണ, ശലോമോൻ എഴുതിയേക്കുന്ന മനുഷ്യന് തന്റെ വഴിയൊക്കെയും, അത് ഐദർ ഇൻ ഈവിൾ ആണെങ്കിലും അവന് ശരിയായിട്ട് തോന്നും, ജീസസിനകത്താണെങ്കിലും ശരിയാന്ന് തോന്നും. പക്ഷേ യഹോവ എന്താ ചെയ്യുന്നത്? ആത്മാക്കളെ തൂക്കി നോക്കുന്നു. ദൈവം നോക്കുന്നത് ഇവന്റെ ആത്മാവ് എതിനകത്താണ് ഫിറ്റ് ആയിരിക്കുന്നതാണ്. ദൈവം നോക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ എന്താ മിസ്റ്റേക്ക് ചെയ്യുന്നത്, തെറ്റ് ചെയ്യണത് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമുക്ക് എപ്പോഴും നമ്മുടെ കാര്യം ഐദർ നമ്മൾ ഈവിളിലാണെങ്കിലും നമുക്കത് നമ്മുടെ അവസ്ഥ ശരിയാന്ന് തോന്നും, യേശുവിലാണെങ്കിലും നമ്മുടെ അവസ്ഥ ശരിയാന്ന് തോന്നും. നമ്മൾ എടുക്കുന്ന ഡിസിഷൻ, നമ്മുടെ തീരുമാനമൊക്കെ ശരിയാണ്. ബൈബിൾ എഴുതിയേക്കണേ മനുഷ്യന് തന്റെ വഴികളൊക്കെയും, എല്ലാ വഴിയും, സാധാരണ ബോധത്തോടെ ചെയ്യുന്ന എല്ലാ വഴിയും ശരിയാ. പക്ഷേ സ്പിരിറ്റ് എവിടെ ആയിരിക്കുന്നു എന്നനുസരിച്ചിരിക്കും ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ട്രൂത്താ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പർപ്പസ്ഫുള്ളി യേശുവാകുന്ന വാതിലിലോട്ട് നമ്മുടെ സ്പിരിറ്റിനെ കൊടുത്തേ പറ്റൂ. കാരണം ഇപ്പോ ഈ സ്പിരിറ്റിന്റെ അധികാരി, ഇപ്പൊ എന്റെ സ്പിരിറ്റിന്റെ അധികാരി ഞാനാ. എനിക്ക് വേണമെങ്കിൽ അത് ഈവിളിനും കൊടുക്കാം, എനിക്ക് വേണമെങ്കിൽ അത് യേശുവിനും കൊടുക്കാം. യേശുവിന്റെ നാമത്തിൽ ആ സ്പിരിറ്റിനെ ഞാൻ എന്റെ യേശുവിന് കൊടുക്കുന്നു. അന്ധകാര ശക്തികളെ, ദുഷ്ടപിശാചിനെ ശാസിച്ചു മാറ്റുകയും ചെയ്യണം. ഈ ശാസിച്ചു മാറ്റേണ്ട കാര്യം, അടുത്ത ഒരു കാര്യം ഈ അധ്യായത്തിൽ തന്നെ, മത്തായി സുവിശേഷത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നു, നീ പത്രോസ് ആകുന്നു എന്നുള്ളൊരു പദം ഉണ്ടല്ലോ. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ അത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക്. ഈവൻ ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഈവൻ മലയാളം അതിന് പ്രശ്നമുണ്ട്. കാരണം ശരിക്കും ശരിക്കും വാക്യം ഇങ്ങനെയാണ്, ബെറയോന ശീമോനെ എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 17-ാം വാക്യത്തിൽ. ഇപ്പൊ എന്റെ കാര്യത്തിലാണ് വർഗീസിന്റെ മോനായ സോനുവേ എന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയേണ്ട ആവശ്യമില്ല. അത് വർഗീസിന്റെ മോനെ സോനു എന്നെ തന്നെ പറയുന്നത് എനിക്കറിയാം. ശരിക്കും പറയണത് പെട്രോസ് എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു പാറക്കഷ്ണ, നീ ഒരു പാറക്കഷ്ണമാ, നീ ഒരു സ്റ്റോണാ. എന്നോട് ദൈവം പറയുന്നത് 7-ാം വയസ്സിൽ എന്നെ വിളിച്ചതാണ്. ഹല്ലേലൂയ. പ്രിയ സോനുവേ, നീ ഒരു പാറക്കഷ്ണമാ, നിന്നെയും കൂടി ചേർത്ത ഞാൻ എൻ്റെ സഭയെ പണിയാൻ ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. ആമേൻ. പ്രിയ ദൈവമക്കളെ, നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിട്ടുണ്ട്. ആ വിളി ഇതുവരെ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളെ വിളിച്ചതാണ്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെ ചേർത്തിട്ട അവൻ പണിയാൻ പോണത്. പാതാള ഗോപുരം ജയിക്കത്തില്ല. പക്ഷേ പാതാള ഗോപുരം ജയിക്കാതിരിക്കാൻ ഒരു ടെക്നിക്ക്, ഒരു സാധനം കൂടെ യേശു തന്നിട്ടുണ്ട്. അത് അടുത്ത വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. 19-ാം വാക്യത്തില് 16-19 ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. നീ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ഇത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. അതെ, ഇപ്പൊ സ്വർഗരാജ്യത്തിന്റെ ചാവി ആരുടെ കയ്യില? നമ്മുടെ കയ്യിലായി പോയി, ദൈവത്തിന്റെ കയ്യിലല്ല. ഇറ്റ് ഈസ് അവർ ഡിസിഷൻ. അതുകൊണ്ട് ഈ ദാഹം വേണമെന്നൊക്കെ പറയണേ. നമ്മൾ ഈ ദാഹം ഫീൽ ചെയ്യാതെ യേശുവിനെ ഒഴിവാക്കി വിട്ട നമുക്കാണ് പ്രശ്നം. നമ്മൾ ഡിസൈഡ് ചെയ്യണം എന്നാണ് ഇവിടെ യേശുവിന്റെ സിസ്റ്റം. ദൈവം വചനം വെച്ചിരിക്കുന്നത് അങ്ങനെയാ.
സാത്താന്റെ സിസ്റ്റമാണ് നമ്മളെ ഓടിക്കേറി പിടിക്കുക, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയെങ്കിലും തന്ത്രത്തിൽ എങ്ങനെയെങ്കിലും നമ്മുടെ ഉള്ളിൽ കയറുക എന്നുള്ള സാത്താന്റെ സിസ്റ്റം. അവൻ അത് നൈസായിട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒരു വിശ്വാസി എന്ന നിലയിൽ സാത്താന്റെ സിസ്റ്റത്തിൽ പെടാതിരിക്കുക, അതുപോലെ സാത്താനെ മാറ്റി നിർത്തുക എന്നുള്ള ചുമതല ഇന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോട് വ്യക്തമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. വെറുതെ ഇരുന്ന് കൊടുത്താൽ ഉറപ്പായിട്ട് സാത്താൻ കയറി പിടിക്കാൻ അവൻ എങ്ങനെയും ഉള്ളിൽ കയറും. പക്ഷേ നമുക്ക് യഥാർത്ഥമായി ഇതിനെക്കുറിച്ച് ബോധ്യമുണ്ട്. നമ്മൾ ചില ഉത്തരവാദിത്തം ചെയ്യണം. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ചാവി, സ്വർഗരാജ്യത്തിലോട്ട് പോകാനുള്ള ചാവി അത് എൻ്റെ കയ്യിലാ. ഞാൻ അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു ബോധ്യം, ആ ഒരു അവസ്ഥ, ആ ഒരു സത്യം നമ്മൾ ആരേറ്റെടുക്കുന്നോ ഇന്ന് മുതൽ നമ്മുടെ ലൈഫ് മാറും. ഹല്ലേലൂയ. കാരണം നമ്മൾ ആ താക്കോൽ ഉപയോഗിച്ച് ദുഷ്ടപിശാചിന്, ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? നീ ഹല്ലേലൂയ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. യേശുവിന്റെ നാമത്തിൽ ദുഷ്ടപിശാചെ, എനിക്ക് നിന്റെ ഐഡിയ വേണ്ട, ഞാൻ എന്റെ സ്പിരിറ്റിനെ നിന്റെ തരാനും ആഗ്രഹിക്കുന്നില്ല. യേശുവിന്റെ നാമത്തിൽ നിന്നെ ഞാൻ ബന്ധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നീ എന്റെ ജീവിതത്തിൽ എന്നെ ഏൽപ്പിച്ച മണ്ഡലങ്ങളിൽ ഹല്ലേലൂയ നീ ചെയ്യുന്ന പ്രവൃത്തികളെ ഒക്കെ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗം അത് അപ്രൂവ് ചെയ്തു തരും. പ്രിയ ദൈവമക്കളെ, ഇത് കേട്ടോ. നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളെ കുറിച്ച് ഇപ്പോഴും പല പ്രാർത്ഥനാ വിഷയമുണ്ട്. ശ്രദ്ധിക്കണേ, സാത്താൻ വരുന്നത് മോഷിപ്പാനും അറപ്പാനും മുടിപ്പാനുമാണ്. സാത്താൻ നമുക്ക് ആർക്കും, നമ്മൾ ദൈവത്തിൽ കോൾഡ് ആണോ, വിളിയുള്ളവനാണോ, സാത്താൻ നമ്മളെ മാക്സിമം ചൂഷണം ചെയ്ത് മാക്സിമം നശിപ്പിച്ച് നമ്മളെ മോഷ്ടിച്ചുകൊണ്ടിരിക്കും, നശിപ്പിച്ചുകൊണ്ടിരിക്കും, മുടിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഈ ഒരു കാര്യം നിങ്ങൾ ഇന്നു മുതൽ ചെയ്തു നോക്കിയേ. നിങ്ങളെ ഏൽപ്പിച്ച നിങ്ങൾക്ക് കിട്ടുന്ന നന്മ മണ്ഡലങ്ങളുടെ ഒക്കെ പുറകിൽ അത് കിട്ടാതിരിക്കാൻ സാത്താൻ പ്രവർത്തിക്കുന്നുണ്ട്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. യേശുവിന്റെ പക്ഷെ ചാവി നമ്മുടെ കയ്യിലാ. യേശുവിന്റെ നാമത്തിൽ ആ ദുഷ്ടപിശാചിനെ ഞാൻ കെട്ടുന്നു. അതുപോലെ യേശുവിന്റെ നാമത്തിൽ ആ ദുഷ്ടപിശാച് പലതും നമ്മുടെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്, വർഷങ്ങളായിട്ട് ഇട്ടിട്ടുണ്ട്. പല ഡെപ്പോസിഷൻ, ഹൃദയത്തിലെ ദുർനിക്ഷേപങ്ങൾ ഇട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ പല ജീവിതത്തിലെ പല കാര്യങ്ങൾ അവൻ്റെതായ അവന് ഫേവറായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ഇട്ടിട്ടുണ്ടാകും. ഹല്ലേലൂയ. ആ ലാബാൻ ആ യാക്കോബിന്റെ കൂടാരങ്ങളിൽ കയറി സെർച്ച് ചെയ്യാൻ കാരണം എന്താണെന്നറിയാവോ? റാഹേൽ ഗ്രഹബിംബം എടുത്തുകൊണ്ട് പോയതാ. ആ ഗ്രഹബിംബം പോലെ ആ ദുഷ്ടന്റെ പല സാധനങ്ങളും നമ്മൾ കൊണ്ടെടുക്കുക. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ താക്കോൽ ഉപയോഗിച്ച് അഴിച്ചു മാറ്റണം എന്നാ പരിശുദ്ധാത്മാവ് പറയണേ. പ്രിയ ദൈവമക്കളെ, ഈ വചനം വളരെ ശക്തമായി നിങ്ങളോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ ദൈവം നേരായ വഴിയിൽ ഹല്ലേലൂയ ജയത്തിന്റെ പാതയിൽ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് തോന്നുന്ന നമ്മുടെ ചിന്ത, നമ്മുടെ ഫീലിങ്സ് ഒക്കെ നമ്മൾ ഹാപ്പിയാണ്. നമ്മൾക്കിതൊന്നും പ്രശ്നം തോന്നില്ല. കാരണം ബൈബിളിൽ എഴുതിയേക്കുന്നത് അങ്ങനെയാ. മനുഷ്യന് തൻ്റെ വഴിയൊക്കെയും ചൊവ്വായി തോന്നുന്നു. നമ്മുടെ സ്പിരിറ്റ് ഈവിളിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയായിട്ട് തോന്നും. പക്ഷേ നമ്മുടെ സ്പിരിറ്റ് യേശുവിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് ശരിയായെന്ന് തോന്നും. പക്ഷേ ആത്മാവിനെ തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്നു മുതൽ ഈ കാര്യം ഏറ്റെടുത്ത് ഹല്ലേലൂയ യഥാർത്ഥമായ ജയത്തിന്റെ പാതയിലാകാനുള്ള വചന സത്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യു ജസ്റ്റ് അപ്ലൈ ഇറ്റ്. ഹല്ലേലൂയ. ചാവി ദൈവത്തിന്റെ കയ്യിലല്ല ഇപ്പോൾ ഇരിക്കണം, നമ്മുടെ കയ്യിലാണ്. പ്രിയ ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കും. ഞാൻ എൻ്റെ സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തു. ഇന്ന് ദൈവം നമ്മളോട് വ്യക്തമായി ഈ കാര്യങ്ങൾ പറയുന്നു. പലപ്പോഴും നമ്മൾ ഓക്കെ ആണെന്ന് വിചാരിച്ചിരിക്കുന്ന സാധനം ഓക്കെ അല്ല. പലപ്പോഴും നമ്മളത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് തോന്നാത്ത കാര്യം പക്ഷെ ദൈവത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആ ജീവജലം വേണം. നമ്മൾ ആ ആത്മാവിനെ യേശുവാകുന്ന വാതിലോട്ടൊന്ന് പർപ്പസ്ഫുള്ളി ഒന്ന് കൊടുത്തു നോക്കിയെന്നാണ്. പരിശുദ്ധാത്മാവ് ഇന്നു മുതലേ നമ്മുടെ ജീവിതം മാറ്റും. ഇന്നു മുതലേ നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പാൻ ആഗ്രഹിക്കും. എല്ലാ ദൈവമക്കളും ആത്മാർത്ഥമായി ഈ ഒരു കാര്യം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കും. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളോട് ഇടപെടുന്നതിനായി, ഞങ്ങളെ രക്ഷിക്കുവാൻ, ജയിപ്പിക്കുവാൻ, എങ്ങനെയെങ്കിലും പാസ്സാക്കുവാൻ, വല്ല വിധേനയും പാസ്സാക്കുവാൻ അവിടുന്ന്
ആഗ്രഹിക്കുന്നതിനായി അങ്ങേ സ്തുതിക്കുന്ന പച്ച. സ്വർഗീയ പിതാവെ, പലപ്പോഴും ഈ വചന സത്യങ്ങൾ അറിയാതെ പലപ്പോഴും ഞങ്ങളുടെ സ്പിരിറ്റ് ദുഷ്ടപിശാച് അക്സസ് ചെയ്ത് അവന്റെ അധീനതയിലാക്കി ഞങ്ങളെ പല കാര്യങ്ങളും ചെയ്യിപ്പിച്ച് ഞങ്ങളെ ഒക്കെ സ്മൂത്താന്ന് തോന്നിപ്പിച്ച് നടത്തിയൊരു അവസ്ഥയുണ്ട് കർത്താവേ. യേശുവേ, ഞാൻ ഇന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവിന്ന് ഈ ജനങ്ങളോട് ഇടപെടണമേ, അടിയങ്ങളോട് ഇടപെടണമേ. അപ്പൊ അടിയന്റെ എല്ലാ മണ്ഡലങ്ങളെയും, ഈ വ്യക്തി ജീവിതങ്ങളുടെ ഓരോ മണ്ഡലങ്ങളെ, അവരുടെ പല ആവശ്യങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. പക്ഷെ എല്ലാറ്റിനും ഉപരിയായി കർത്താവ് ഈ ഓരോ വ്യക്തി ജീവിതങ്ങളെ ജയിപ്പിക്കുവാനുള്ള ആഗ്രഹം അങ്ങേക്കുണ്ടല്ലോ കർത്താവെ. ഇന്നത് ജയിപ്പിക്കണമേ. അതിന് തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തികളെ മുഴുവൻ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ദുഷ്ടപിശാച് വർഷങ്ങളായിട്ടിട്ടേക്കുന്ന സകല സാത്താനിക സിസ്റ്റങ്ങളെയും കാട്ടത്തികളെയും ദുഷ്ടപിശാചിന്റെ സകല വിത്തുകളെയും യേശുവിന്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിൽ നിന്നും അധികാരത്തോടെ അഴിച്ചു മാറ്റി പുറത്താക്കി യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ ആ ഒരു യഥാർത്ഥമായ സ്വാതന്ത്ര്യം, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ഓരോ ദൈവമക്കൾക്കും യേശുവിന്റെ നാമത്തിൽ കൊടുക്കുന്നു. കർത്താവ് ഇന്നു മുതൽ കർത്താവെ ഹല്ലേലൂയ, യേസ് അങ്ങാകുന്ന വാതിലിൽ പർപ്പസ്ഫുള്ളി ഞങ്ങളുടെ ആത്മാവിനെ കൊടുത്ത് യേസ് കർത്താവെ മുന്നോട്ട് പോകുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവ് കർത്താവെ ഹല്ലേലൂയ, പരീക്ഷയിലകപ്പെടാതിരിപ്പാ കർത്താവ് ദുഷ്ടപിശാചിനെ കർത്താവെ നീ മാറ്റി നിർത്തണം. ഹല്ലേലൂയ, 35 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ അവിടുന്ന് അന്ധകാര ശക്തികളെ മാറ്റി നിർത്തണം, സഹായിക്കണം. ഇന്ന് കർത്താവെ ഹല്ലേലൂയ ഒരു പുതിയ അനുഭവത്തോടെ പുതിയൊരു സിസ്റ്റത്തോടെ യെസ് മുന്നോട്ട് പോകാൻ ഈ ദൈവമക്കളെ സഹായിക്കണമേ എന്ന് കർത്താവ് ഞങ്ങൾ അപേക്ഷിക്കും. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സഹായിക്കണമേ. എല്ലാ യേശുവിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേട്ട് ഉത്തരം അരുളുമാറാണ്. പ്രിയ ദൈവമക്കളെ, ഇത്രയും നേരം അടിയന്റെ വചനം കേട്ടിരുന്ന എല്ലാ ദൈവമക്കളോടും നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്ന സഭയ്ക്ക്, പാസ്റ്റർക്ക്, അതിന് റൂഫസ്, അതുപോലെ എല്ലാ ദൈവമക്കളോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുന്നിരിക്കും. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാണ്.